23 വർഷം മുമ്പാണ് ഈ കോവിലകത്ത് ഞാൻ വൈദ്യനായി എത്തുന്നത്. തമ്പുരാനെ പോലൊരു നാടുവാഴിയെ ഇലവങ്കോട് ദേശം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ ഇനി കാണുകയുമില്ല. അത്രയേറെ നല്ലവൻ, തെളിനീര് പോലുള്ള മനസ്സ്. മക്കൾ 3 മൂത്തവർ 2 കുമാരിമാർ. കുമാരന്റെ ജനനത്തോടെ തമ്പുരാട്ടി മരിച്ചു. തമ്പുരാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറായില്ല. ആരെയും ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യമായിരുന്നു മൂത്ത കുമാരി രുദ്രയ്ക്ക്. പക്ഷേ ഒരു രാജകുലത്തിന്റെ അന്ത്യം കുറിക്കാൻ ആ സൗന്ദര്യം കാരണമായി. അന്ന് രാജാവിന്റെ പാർശ്വവർത്തിയായ ഒരു മാടമ്പി മാത്രമായിരുന്നു ഉണിക്കോമൻ. രുദ്രകുമാരുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു വശായ ഇയാള് കുമാരിയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടു. ദുരപരുത്തൊരു മുട്ടാളന് മകളെ കൊടുക്കില്ലെന്ന് തമ്പുരാൻ തീർത്തു പറഞ്ഞു. മുഖത്തടികിട്ടിയ പോലെ ഉണിക്കോമൻ കോവിലകം വിട്ടുപോയി. താമസിയാതെ അണിയൂർ ദേശത്തെ കൃഷ്ണവർമ്മയുമായി കുമാരയുടെ വിവാഹം ഉറപ്പിച്ചു. വിവാഹത്തിന് 3 ദിവസം ബാക്കിയുള്ളപ്പോ എന്താരും പറ്റില്ല, ഒരു നിശ്ചയമില്ലാലോ. രണ്ടും കൽപ്പിച്ച ഉണ്ണിക്കോമന്റെ പുറപ്പാട്. ഓഹോ, അമ്മാവനും അനന്തരവനും ഒരുമിച്ചാണോ പരാക്രമം? അതെ, ഈ പാതിരാത്രിയിൽ എന്തിനുള്ള പുറപ്പാടാ? രുദ്രയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. അഹമ്മദ് പെരുത്താൽ എന്തും പറയാമെന്നോ? പറയാൻ മാത്രമല്ല തമ്പുരാനെ, പ്രവർത്തിക്കാനും കൂടിയാണ് വന്നിരിക്കുന്നത്. നിർത്ത്, ഇല്ലെങ്കിൽ രണ്ടിനെയും തുറങ്കിലടയ്ക്കും. അയ്യോ പാവം, പള്ളിക്കുറിപ്പുണർന്ന് നേരെ ഇങ്ങോട്ട് എഴുന്നള്ളിയ ലക്ഷണമാ. എനിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും മടിക്കാത്തവരാണിവർ. ഒന്ന് ഞൊടിച്ചാൽ മതി, ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഒറ്റ നിമിഷം കൊണ്ട് ഈ കോവിലകം കത്തി ചാമ്പലാകും. അത് വേണോ, അതോ നല്ല മനസ്സോടെ കുമാരി ഇറക്കി വിടുന്നോ? ഇറക്കി വിടുന്നുണ്ടോന്ന്? ആദിത്യ, മരുമകനെയും കൂട്ടി മടങ്ങാൻ നാം വീണ്ടും കൽപ്പിക്കുന്നു. തിരുമേനി ശാഠ്യക്കാരനാ, നീ പിടിച്ചിറക്കിക്കൊണ്ട് വാ കുമാരിയെ. നിൽക്കവിടെ, എന്റെ ശവത്തിന്റെ മുകളിൽ കൂടിയേ നിനക്കകത്ത് കടക്കാൻ പറ്റൂ.
രുദ്ര എന്നോട് പൊറുക്കണം. നിന്നെ സ്വന്തമാക്കാൻ ഇതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കൂടുതലൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള നേരവുമില്ല ഇപ്പോ. ഉടനെ വേണ്ടത് പുതിയൊരു നാടുവാഴിയാണ്. സംശയിക്കണ്ട, നീ തന്നെയാണ് ഇന്നു മുതൽ ഇളവങ്കോട് ദേശത്തിന്റെ നാടുവാഴി. അല്ലേ ഇടിച്ചെന്ന? മറ്റൊന്നും വേണ്ട, ഉറച്ചു നിന്നാൽ മതി. എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. കേട്ടില്ലേ? ഉളിക്കോമൻ രാജാവ്! ഉളിക്കോമൻ രാജാവ്! ഉളിക്കോമൻ രാജാവ്! കൊട്ടാരം വൈദ്യനായതുകൊണ്ട് മാത്രം അവരെന്നെ കൊല്ലാതെ വിട്ടു. എന്റെ കഥയും അന്ന് തന്നെ ഒടുക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉണിക്കോമനെ പുതിയ രാജാവായി പ്രജകൾ വാഴിച്ചു? ഇല്ല, അവർ ലഹളയുണ്ടാക്കി. നാട്ടിലെങ്ങും എതിർപ്പുകളും ബഹളങ്ങളും ഉണ്ടായി. അവരെ എല്ലാ ഉണിക്കോമൻ അടിച്ചമർത്തി. കൂട്ടിന് ഇടിച്ചെന്നനും ആദിത്യനും ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ അവർ കൊന്നു. എന്നിട്ടും എതിർപ്പ് കെട്ടടങ്ങിയില്ല. രാജാവിന്റെ സഹോദരി മംഗളാഭായിയുടെ ഭർത്താവ് നേത്രൻ ഒരു ഒളിപ്പോർ സംഘത്തിന് നേതൃത്വം നൽകി. കുറെ നാള് ഉണിക്കോമന് ഭീഷണിയായിരുന്നു അവർ. താമസിയാതെ നേത്രനെ വകവരുത്തി അയാളുടെ മകനെ തുറുങ്കിലടച്ചു. ആ കുട്ടി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അതോ ബലി കൊടുത്തോന്നറിയില്ല. ബലിയോ? ആ, ഉണിക്കോമന്റെ ഉപാസനാമൂർത്തി ഭദ്രകാളിയാ. എല്ലാ മാസവും നരബലി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. രാജപത്നിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ആ, അത് മറ്റൊരു കഥ. രാജപത്നിയാകണതിന് മുമ്പ് അമ്മാളു ആദിത്യന്റെ ഭാര്യയായിരുന്നു. അതായത് അമ്മാവി? അതെ, ശരിക്കും അമ്മാവനായിരുന്നു എന്ന് എനിക്ക് നിശ്ചയില്ല. ഈ ആദിത്യനായിരുന്നു ഉണിക്കോമന്റെ ഉപദേഷ്ടാവും വഴികാട്ടിയെല്ലാം. അങ്ങേരുടെ ഉപദേഷ്ടാവാകട്ടെ അമ്മാളുവും. ഇരുവരുടെയും പൊറുതി ഇവിടെ കോവിലകത്തായി. ആദിത്യൻ സാധാ ലഹരിയിലായിരുന്നു. അങ്ങനെ വന്നപ്പോ മരുമകൻ അമ്മായിയോട് നേരിട്ട് തന്നെ ഉപദേശം തേടാൻ തുടങ്ങി. അതോടൊരു കിടപ്പറ വെച്ചുവായി. ഇതിനിടയില് ഏതോ അജ്ഞാത രോഗം പിടിപെട്ട് ആദിത്യൻ കിടപ്പിലായി. എങ്കിലും മദ്യസേവ നിർത്തിയില്ല. ഒരു രാത്രി അസുഖം കലശലാണെന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു. കഴിഞ്ഞിരിക്കണോ? വിഷബാധയായിരുന്നു. സാധാരണ വിഷമല്ല, കാരീയം. അതെങ്ങനെ ഉള്ളിൽ ചെന്നു? ചെറിയ മാത്രകളായി കുറെ നാളുകൾ കൊണ്ട് ഉള്ളിൽ ചെന്നിരിക്കും. മദ്യത്തിൽ ചേർത്തായിരിക്കും കൊടുത്തിട്ടുള്ളത്. ആരാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നില്ല. എങ്കിലും അതൊരു കൊലപാതകമാണെന്ന് അങ്ങ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നെങ്കിൽ ഈ രൂപത്തിൽ ജാതകത്തിന് എന്നെ കാണാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ കോവിലകത്തെ ബാല്യക്കാരിടയിൽ അങ്ങനൊരു കിംവദന്തിയുണ്ട്. രാത്രി വളരെ എത്തിയിരിക്കുന്നു. ഉറങ്ങണ്ടേ? അമ്മേ മഹാമായേ. ദുർവൃത്തയുടെ കഥ പറയുന്നതും കേൾക്കുന്നതും മനസ്സിനെ കലുഷമാക്കും. എന്തു ചെയ്യാം, ഇവരുടെ ഇടയിൽ ജീവിക്കാനാ എന്റെ ദുർവിധി. ഒരു ദുർവിധിയും അധികനാൾ നീണ്ടു നിൽക്കാറില്ല എന്നാണ് അമ്മാവൻ പറയാറ്. അതും ശരിയാ. രാജാവിന്റെ ഇളയ കുട്ടികളെയും കൊണ്ട് എഴുത്താശാൻ പോയി എന്ന് പറഞ്ഞുവല്ലോ. അവരിപ്പോ എവിടെയാണ്? ഒരു വിവരവും ഇല്ല.
എവിടെയെങ്കിലും വളരുന്നുണ്ടാവും. അന്നവർക്ക് എന്തായിരുന്നു പ്രായം? കുമാരൻ 8 കുമാരിക്ക് 12.